ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ പവർ വെറും കടലാസ് പുലിയാണോ? ഇറാന്റെ മണ്ണിൽ യുദ്ധത്തിന് തിരികൊളുത്തിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പത്തി മടക്കി പിന്മാറാൻ പഴുതുകൾ തേടുകയാണോ? അതേന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഓരോ വാർത്തകളും അടിവരയിടുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുകയുന്ന യുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ ഇപ്പോൾ കേൾക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ഫോൺ കോളിന്റെ രഹസ്യങ്ങളാണ്. റഷ്യൻ കരുത്തൻ വ്ളാഡിമിർ പുടിൻ ഒന്ന് ഫോണിൽ വിളിച്ചപ്പോഴേക്കും വൈറ്റ് ഹൌസിന്റെ അകത്തളങ്ങളിൽ പരിഭ്രാന്തി പടർന്നു കഴിഞ്ഞു. ഇറാൻ സംഘർഷം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ബോധ്യമായതോടെ ഞാനിതാ യുദ്ധം നിർത്തി തലയൂരുന്നു എന്ന് വിളിച്ചു പറയാൻ ട്രംപ് നിർബന്ധിതനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആ നിർണായക സംഭവം അരങ്ങേറിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം വെറുമൊരു കുശലാന്വേഷണമല്ലായിരുന്നു. ഇറാൻ സംഘർഷം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇരുവരും സംസാരിക്കുന്നത്. വളരെ നല്ല സംഭാഷണമായിരുന്നു എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ആ ചിരിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പുടിൻ സഹായിക്കണമെന്ന് ട്രംപ് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നുവരെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുടിന്റെ ഓരോ വാക്കിലും ഇറാന് ലഭിക്കുന്ന റഷ്യൻ പിന്തുണയുടെ മുഴക്കം ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. റഷ്യയെ കൂട്ടുപിടിച്ച് ഇറാനെ ഒതുക്കാമെന്ന ട്രംപിന്റെ മോഹങ്ങൾക്കുമേൽ പുടിൻ ചില കടുത്ത ഉപാധികൾ വെച്ചതായാണ് സൂചന. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈ എടുക്കണമെന്നത് അതിൽ പ്രധാനമാണ്. യുക്രൈൻ യുദ്ധം നിർത്തിയാൽ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സഹായകരമാകാമെന്ന് ട്രംപ് പുടിനോട് പറഞ്ഞത് വലിയൊരു വിട്ടുവീഴ്ചയുടെ സൂചനയാണ്. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ പ്രകോപിപ്പിച്ചാൽ അത് അമേരിക്കയുടെ പതനത്തിന് കാരണമാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട്. യുക്രൈനെ ഒരിക്കലും അവസാനിക്കാത്ത പോരാട്ടമെന്ന് വിളിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാൻ പുടിന്റെ സഹായം തേടുകയാണ് ട്രംപ്. ഇറാനെതിരെ സൈനിക നടപടി തുടങ്ങിയപ്പോൾ തന്നെ ട്രംപിന്റെ സ്വന്തം ടീമിൽ വിള്ളലുകൾ വീണിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടക്കം മുതൽക്കേ യുദ്ധത്തിനെതിരെ ജാഗ്രത പാലിച്ചിരുന്നു എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. വിദേശ യുദ്ധങ്ങളുടെ കടുത്ത വിമർശകനായ വാൻസിന് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു സംഘർഷം തുടങ്ങുന്നതിൽ താൽപര്യമില്ലായിരുന്നു. വാൻസിന്റെ തത്വശാസ്ത്രം എന്നിൽ നിന്നും വ്യത്യസ്തമായിരുന്നുവെന്ന് ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട്. വാൻസിന്റെ ഉത്സാഹക്കുറവ് യുദ്ധത്തിന്റെ ആവേശം കുറച്ചുവെന്നത് വ്യക്തമാണ്. ഒടുവിൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സൈനിക നീക്കത്തിന് പിന്തുണ നൽകിയെങ്കിലും വാൻസിന്റെ ആ പഴയ ആശങ്കകൾ ഇപ്പോൾ സത്യമായി മാറുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മരണശേഷം മകൻ മുജ്തബ ഖമേനി അധികാരമേറ്റത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇറാനിലെ ഈ നേതൃമാറ്റം കണ്ടപ്പോൾ തനിക്ക് വലിയ നിരാശ തോന്നിയെന്നാണ് ട്രംപ് തുറന്നടിച്ചത്. മുജ്തബയുടെ വരവ് അമേരിക്കയ്ക്ക് കൂടുതൽ തലവേദനയാകുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു. മുജ്തബ ഖമേനിയെ ഒരു സൈനിക ലക്ഷ്യമാക്കുമോ എന്ന ചോദ്യത്തിന് എന്റെ പിന്നിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് തന്റെ നേർക്കുണ്ടായ വധശ്രമങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്രംപ് ഒഴിഞ്ഞുമാറി. ഇറാന്റെ പുതിയ നേതാവിനെതിരെ നേരിട്ടുള്ള നടപടിക്ക് ട്രംപ് ഇപ്പോൾ മടിക്കുന്നത് പുടിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കാം. യുദ്ധം ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞുവെന്നും ഉടൻ തന്നെ പിന്മാറുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഒരു വലിയ നാടകത്തിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. വിചാരിച്ചത്ര എളുപ്പമല്ല കാര്യങ്ങളൊന്നും. ഇറാനിലെ വജ്രശേഖരം ലക്ഷ്യമിട്ടിറങ്ങിയ തനിക്ക് കൈപ്പൊള്ളുമെന്ന് ട്രംപിന് ബോധ്യമായി. ഷെഡ്യൂളിനേക്കാൾ മുന്നിലാണ് സൈനിക നീക്കമെന്ന് അവകാശപ്പെടുമ്പോഴും അറബ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കയെ അപ്പാടെ ഞെട്ടിച്ചു കളഞ്ഞ നീക്കമായിരുന്നു. അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതും ട്രംപിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ജയിച്ചു എന്ന് വരുത്തി തീർത്ത് കപട അഭിമാനത്തോടെ തലയൂരാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിന് തന്റെ തന്ത്രപരമായ ദിശ നഷ്ടപ്പെട്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. ഒരു വശത്ത് സൈനിക നടപടി വിജയമാണെന്ന് പറയുന്നു, മറുവശത്ത് പുടിന്റെ സഹായത്തിനായി കൈനീട്ടുന്നു. ഇറാന്റെ പൗരോഹിത്യ ഭരണത്തെ തകർക്കാൻ കഴിയാത്തതും മുജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ട്രംപിനെ പ്രതിരോധത്തിലാക്കി എന്ന് വേണം പറയാൻ. പുടിന്റെ ഒരൊറ്റ ഫോൺ കോൾ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് നിലപാട് മാറ്റിക്കാൻ പ്രേരിപ്പിച്ചു എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ കരുത്ത് ചോർന്നതിന്റെ അടയാളമാണ് കാണിക്കുന്നത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പിന്മാറാൻ നോക്കുമ്പോഴും ഇറാൻ ഉയർത്തുന്ന ഭീഷണി അവസാനിച്ചിട്ടില്ല. പുടിനും ട്രംപും തമ്മിലുള്ള ഈ പുതിയ അന്തർധാരകൾ ഇറാനെ എങ്ങോട്ട് നയിക്കും? മുജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ പുടിന്റെ തണലിൽ കൂടുതൽ കരുത്താകുമോ? വൈറ്റ് ഹൌസിന്റെ ഓരോ നീക്കവും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ട്രംപിന്റെ ഈ മലക്കമറിച്ചിലുകൾ ഇസ്രയേലിനെ പോലുള്ള സഖ്യകക്ഷികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഒരു വലിയ യുദ്ധം തുടങ്ങിവെച്ച് പ്രതിസന്ധി നേരിടുമ്പോൾ ഒഴിഞ്ഞുമാറുന്ന ട്രംപിന്റെ നയം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ നിലയിലേക്ക് തള്ളിയിടുകയാണ്. പുടിന്റെ ഫോൺ കോളിന് മുൻപിൽ മുട്ടുമടക്കിയ ട്രംപിന്റെ ഈ പുതിയ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം.